ശ്രീ വി എം സുധീരൻ, അതാ തമ്മാനൂർ രവിയുണ്ട്, ജോൺസൺ ഉണ്ട്. ഓക്കെ, അനിൽ അവിടെ ഇരിക്കേണ്ടതായിരുന്നു. അല്ല, ഇവിടെ ഇരുന്നാലേ അനിൽ ചില കാര്യങ്ങൾ അവിടെ പോയി പറയുള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. അതെ, KPCC ഓഫീസിൽ പീപ്പിൾ TV കാണുന്ന കേട്ടോ, ശ്രദ്ധിച്ചോളുക. ഓക്കെ, എഴുതി തയ്യാറാക്കിയിട്ടുള്ള പ്രസ്താവനയാണ്. എന്നാ ഒഴൂർ വിജയനൊന്നും അദ്ദേഹത്തിൻ്റെ രസതന്ത്രം ഒന്ന് വായിച്ചേ. ബോഡി ലാംഗ്വേജ് വളരെ ഗൗരവത്തിലാണ്. സാധാരണ ചിരിച്ചോണ്ടാണ് വരാറ് പതിവ്. ഒരു കോണിലൊരു ചിരി ഉണ്ടോ, ഒതുക്കിയിട്ടുണ്ടോ? ഉള്ളിലൊരു ചിരി ഒതുക്കിയിട്ടുണ്ട്. ശബ്ദം കൂട്ടേ. തെരഞ്ഞെടുപ്പിലെ ജനവിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു. UDF പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല. UDF ജനകീയ അടിത്തറ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വിധിയിലും പ്രകടമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമായ ഫലമനുസരിച്ച് തന്നെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ LDF 515 വിജയിച്ചപ്പോൾ 382 UDF വിജയിച്ചിട്ടുണ്ട്. 90-ലാണ് LDF ലീഡ് വന്നതെങ്കിൽ 61-ൽ UDF വന്നിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് 7-7 എന്ന നിലയിലാണ് ഈ സമയത്ത് ഏറ്റവും അവസാനത്തെ വിലയിരുത്തൽ. മുനിസിപ്പാലിറ്റിയിൽ 43-42 ഒരെണ്ണത്തിൻ്റെ വ്യത്യാസമാണ് കാണുന്നത്. UDF സംബന്ധിച്ചിടത്തോളം UDF ജനകീയ അടിത്തറ വളരെ ശക്തമായി തുടരുന്നു എന്നുള്ളത് ഇതെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ചില മേഖലയിൽ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരാജയമാണ് UDF വളരെ ഒരു കനത്ത പരാജയം എന്ന് വിശേഷിപ്പിക്കുക. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി സമഗ്രമായി തന്നെ സത്യസന്ധമായി തന്നെ പരിശോധിക്കും. എവിടെയാണോ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിക്ക് പാളിച്ചയുണ്ടായത്, പോരായ്മയുണ്ടായത്, അതെല്ലാം കൃത്യമായി വിലയിരുത്തും. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പൊതു രാഷ്ട്രീയ സ്ഥിതി സ്വാഭാവികമായി ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രാദേശികമായ നിലവിലുള്ള ഭരണസ്ഥാപനങ്ങളുടെ, തദ്ദേശ ഭരണസ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും സ്വാഭാവികമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ എന്താണ് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ,
ഈ കാര്യം ഉൾപ്പെടെയുള്ള പൊതുകാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ പരിശോധന നടത്തും. ഏതായാലും ജനവിധി തന്നെയാണ്. അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെല്ലാം തലത്തിലാണ് പാർട്ടിക്ക് പോരായ്മ വന്നിട്ടുള്ളത്, കുറവുകൾ ഉണ്ടായിട്ടുള്ളത്, അതുപോലെ ഏതെല്ലാം തലത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി പരിശോധിച്ച് വളരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. BJPക്ക് തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ ചില മേഖലകളിൽ വന്നിട്ടുള്ളത് പ്രാഥമിക വിലയിരുത്തൽ അതൊരു താൽക്കാലിക വിജയം എന്നുള്ള നിലയിലാണ് കാണുന്നത്. തിരുവനന്തപുരത്തെ ഫലം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനേറ്റ പരാജയം പോലെ തന്നെ CPM-നും അവരുടെ പ്രധാന നേതാക്കൾ പരാജയപ്പെട്ടതുവഴി അവർക്കും ഒരു പ്രഹരമാണ് ഏറ്റിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പൂർവാധികം കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന്, അണികളെ സജ്ജമാക്കുന്നതിന്, പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും. 11, 12 തീയതികളിൽ KPCC യോഗം ചേരുന്നുണ്ട്. വളരെ സമഗ്രമായിട്ടുള്ള വിലയിരുത്തൽ, തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തൽ നടത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകളും പാളിച്ചകളും കുറവുകളും എല്ലാം പരിശോധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കാനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് കരുതുന്നില്ല. അനുഭവ പാഠം എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും പല പാഠങ്ങളും ഉൾക്കൊള്ളാനുണ്ട്. പ്രാഥമികമായ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി പാർട്ടിയെ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വരുന്ന KPCC യോഗങ്ങൾ, അതിന് പ്രവർത്തന പരിപാടികൾ, കർമ്മ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകും. അല്ല, ഞങ്ങൾ ഈ കാര്യം എല്ലാ വിഷയങ്ങളും ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, വളരെ സത്യസന്ധമായി സമഗ്രമായി ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി മീറ്റിംഗ് കൂടിയിട്ടുള്ളത്. എല്ലാ വശങ്ങളും അതിനെക്കുറിച്ച് ചർച്ച അതാണ് പറഞ്ഞത്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിനെ അവഗണിക്കുന്നില്ല. ഒരു കാരണവശാലും അതിനെ അവഗണിച്ചു തള്ളാനോ ചെറുതായി കാണാനോ മുതിരുന്നില്ല. പക്ഷെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് അവിടെ നിലനിൽക്കുന്നു. ആ ജനകീയ അടിത്തറ അവിടെ നിലനിൽക്കുന്നു. ചില സ്ഥലത്ത് പ്രത്യേകിച്ച് വന്ന ചില
പരാജയങ്ങൾ അത് പ്രത്യേകമായി പരിശോധിക്കും. ഏതായാലും പാർട്ടി തുറന്ന മനസ്സോടുകൂടി തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് എവിടെയാണോ തിരുത്തൽ വരുത്തേണ്ടത്, എവിടെയാണോ പോരായ്മയുള്ളത്, പോരായ്മ പരിഹരിക്കുക. ഒരുപക്ഷെ VM സുധീരന് പറയാവുന്ന ഭാഷയിലെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശ്രീ അനിൽകുമാർ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്ന അതേ ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് വിലയിരുത്തും, ഉൾക്കൊള്ളും, പാഠം ഉൾക്കൊള്ളും. 11-12 അദ്ദേഹം KPCCയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗം 12-ാം തീയതി ഇരിക്കെ ഒരു മുൻവിധിയോട് കൂടിയിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതിന് മറ്റു ചില നേതാക്കന്മാർ വേണമെങ്കിൽ രംഗത്ത് വരാം, പക്ഷേ അദ്ദേഹം എന്തായാലും അത് തയ്യാറാകില്ല.